അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ല വാല ആലിഹി വസുഹാബി അജ്മൈൻ അമ്മാബാദ്. വിവാഹത്തിൻ്റെ സന്ദർഭങ്ങളിൽ സാധാരണ നമ്മുടെ ആൺകുട്ടികൾ വിവാഹം അന്വേഷിക്കുമ്പോൾ അവർ തന്നെ സ്വന്തമായി നന്നായിട്ട് അന്വേഷിക്കുകയും ആലോചിക്കുകയും പെൺകുട്ടികളെ കാണുകയും ശരിയായി എല്ലാ തലത്തിലും അന്വേഷിച്ചിട്ടാണ് തീരുമാനമെടുക്കുക. സത്യത്തിൽ മാതാപിതാക്കൾ പെൺകുട്ടികൾക്ക് വേണ്ടി വരനെ അന്വേഷിക്കുമ്പോൾ അവരാണ് അന്വേഷണങ്ങളെല്ലാം നടത്തുന്നത്. അതായത് ഒരു കുട്ടി പ്രായപൂർത്തിയായി വരുമ്പോൾ തന്നെ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ അവർക്ക് വേണ്ടി ഒരു വിവാഹം നടത്തണം എന്നുള്ള ആഗ്രഹത്തിൽ അന്വേഷണങ്ങൾ മനസ്സുകൊണ്ട് ആരംഭിക്കും. പിന്നെ പ്രായപൂർത്തിയാകുമ്പോൾ അവർ അതിനുള്ള അന്വേഷണങ്ങൾ ഊർജിതപ്പെടുത്തും. പൊതുവെ വിവാഹ പരസ്യങ്ങളിൽ അവരുടെ പ്രൊഫൈൽ കൊടുത്ത് അതേപോലെ തന്നെ പരിചയക്കാരോടൊക്കെ പറഞ്ഞ് അന്വേഷണങ്ങൾ നടത്തും. പക്ഷെ സാധാരണഗതിയിൽ ഈ അന്വേഷണത്തിൽ പെൺകുട്ടികൾ വേണ്ടത്ര പങ്കുവഹിക്കാറില്ല എന്നുള്ളത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് അവർ വിവാഹത്തിന് തയ്യാറാകുന്നു. ആരാണ് തന്നെ വിവാഹം കഴിക്കുന്നത്, തൻ്റെ വിവാഹത്തിൽ തൻ്റെ ഭർത്താവ് എങ്ങനെ ആയിരിക്കണം, അയാൾ ആരായിരിക്കണം, എന്തെല്ലാം യോഗ്യതകൾ വേണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും സാധാരണ ഒരു കാഴ്ചപ്പാട് പെൺകുട്ടികൾ പ്രകടിപ്പിക്കാറില്ല. എന്തായിരുന്നാലും അവർ മനസ്സിലുണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവരുടെ ലൈഫ് തീരുമാനിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് മരണം വരെ അവർക്ക് തുടർന്നു പോകേണ്ട ഒരു ബന്ധമെന്ന നിലയ്ക്ക് അതിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ അവർക്കുണ്ടായിരിക്കും. എന്നാൽ ആ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് അവരോട് മാതാപിതാക്കൾ അന്വേഷിക്കുകയോ അവരത് പറയുകയോ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണെങ്കിൽ അവരതിനെ നിരാകരിക്കുകയോ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കാണാറില്ല. കുറച്ചൊക്കെ നമ്മുടെ പെൺകുട്ടികൾ അതിനെക്കുറിച്ച് ബോധവതികളാവുകയും അവർ ചില പ്രതികരണങ്ങൾ പറയുകയൊക്കെ ചെയ്യാറുണ്ട്. കണ്ടുപോയി കഴിഞ്ഞാൽ എനിക്കത് പറ്റില്ല, ഇന്നതുകൊണ്ട് പറ്റില്ല, ശാരീരികമായൊരവസ്ഥ കൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അയാളുടെ പശ്ചാത്തലം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ കാണാൻ വന്ന ഉമ്മയുടെ പെരുമാറ്റം എനിക്ക് അത്ര നന്നായി തോന്നിയില്ല. ഇങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞ് അവരെന്താവാറുണ്ട്, വിവാഹം വേണ്ടെന്ന് പറയാറുണ്ട്. അപ്പോഴൊക്കെ പലപ്പോഴും ആളുകൾ സംശയിക്കുകയാണ് ചെയ്യുക, അവൾക്ക് വേറെ വല്ല ബന്ധങ്ങളുണ്ടോ. അതായത് അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൾക്ക് വേറെ വല്ല ബന്ധങ്ങളും ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് എന്നൊക്കെ സംശയിക്കുകയാണ് ചെയ്യുക. അഭിപ്രായങ്ങളെ ശരിയായ അർത്ഥത്തിൽ മുഖവിലക്ക് എടുക്കാറില്ല എന്നുള്ളതാണ്. എന്നാൽ ഇങ്ങനൊരു അവകാശം ഇസ്ലാം അവർക്ക് വകവെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവ് ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം യഥാർത്ഥത്തിൽ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തുൻകഹുൽ അയ്യിമു ഹത്താ തുസ്തഉമറ. അവരോട് കൂടിയാലോചിക്കപ്പെടാതെ ഒരു വിധവ ഒരിക്കൽ വിവാഹം കഴിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ വലാ തുൻകഹുൽ ബിക്രു ഹത്താ തുസ്തഇദന. സമ്മതം ചോദിക്കപ്പെടാതെ ഒരു കന്യകയെ വിവാഹം കഴിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ സമ്മതം ചോദിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടത് മാത്രമല്ല, നിർബന്ധിതമായി മാതാപിതാക്കൾ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത വിവാഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കി കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു പെൺകുട്ടിക്ക് അതിന് അധികാരമുണ്ട്. തനിക്കത് വേണ്ടെന്ന് പറയാനും വേണ്ടെന്ന് വെക്കാനുമുള്ള അധികാരം ഒരു പെൺകുട്ടിക്കുണ്ട്. ഇത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ കാഴ്ചപ്പാടുകളോട് യോജിക്കാത്ത ഒരാളാണ് ഇത് എന്ന ഒരു ധാരണയിൽ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായി മുന്നോട്ട് പോകുമ്പോൾ അത് അവളെപ്പോഴും എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അതിങ്ങനെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഏജ് ഡിഫറൻസ്. ഇപ്പോൾ എന്നെക്കാളും ഒരു 2 വയസ്സോ 3 വയസ്സോ 4 വയസ്സോ ഏജ് ഡിഫറൻസ് ഉള്ള ഒരാൾ മതി എന്നാണ് ഒരു പെൺകുട്ടിയുടെ കാഴ്ചപ്പാടെങ്കിൽ, നമ്മളതൊരു 10 വയസ്സോ അല്ലെങ്കിൽ 9 വയസ്സോ 8 വയസ്സൊക്കെ പിന്നെ ആൺകുട്ടിക്ക് ഡിഫറൻസ് ഉണ്ടെങ്കിൽ, വ്യത്യാസമുണ്ടെങ്കിൽ, എപ്പോഴും ഇവൾ അതാണ് ചിന്തിക്കുക, എൻ്റെ അതേ പ്രായമാകാത്തത് കൊണ്ടാണ് എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തത്, എന്നെക്കുറിച്ച് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്നായിരിക്കും എപ്പോഴും അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവളുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ചിട്ടാണ് അവൾ എപ്പോഴും ഇയാളെ വിലയിരുത്തുക. അപ്പോൾ ആ കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു വിവാഹം നടക്കുമ്പോൾ അതെന്നും ഒരു പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഉത്തരവാദിത്വം, പിന്നെ വളരെ നന്നായിട്ട് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യയുടെ കാര്യങ്ങൾ ശരിയായി നിർവഹിച്ചു പോകുക എന്നുള്ളത് ഭർത്താവിൻ്റെ കടമയാണ്. അപ്പോൾ പലപ്പോഴും അത്തരം ഒരു കാഴ്ചപ്പാട് അയാൾക്കുണ്ട് എന്ന് ഇവൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായി മുന്നോട്ട് പോകുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്നെ നോക്കുന്നില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കും. അതേപോലെ ഇഷ്ടപ്പെടലും പ്രധാന കാര്യം തന്നെയാണ്. അയാളെ ശാരീരികമായും അയാളുടെ മുഖവും എല്ലാം അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. എപ്പോഴും അത് മനസ്സുകൊണ്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും.
അതുകൊണ്ട് ഈ ഒരു വശം നന്നായി പരിഗണിക്കണം. ഒന്ന് രക്ഷിതാക്കൾ പരിഗണിക്കണം. പൂർണ്ണമായും എൻ്റെ മകളുടെ ഇഷ്ടത്തോടും സമ്മതത്തോടു കൂടെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ എന്നൊരു നിർബന്ധ ബുദ്ധി അവർക്കുണ്ടാവണം. അതേപോലെ തന്നെ പെൺകുട്ടികൾക്കും തങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ കാഴ്ചപ്പാട് തങ്ങളുടെ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ പിന്നെ ജ്യേഷ്ഠത്തിയോടോ ജ്യേഷ്ഠനോടോ ആരോടാണോ തനിക്ക് കൂടുതൽ പറയാൻ സൗകര്യമുള്ളത് അവരോട് പറഞ്ഞ് അത് മാതാപിതാക്കളെ അറിയിക്കാനും തൻ്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടൊരു വിവാഹത്തിന് തയ്യാറാവാതിരിക്കാനുമുള്ളൊരു അവകാശവും അധികാരവും പെൺകുട്ടികൾക്കുണ്ട്. അത് അവരും മനസ്സിലാക്കണം. ഇത് നമ്മുടെ വിവാഹങ്ങളിൽ പ്രശ്നങ്ങളില്ലാതെ പോകാനും മാനസികമായി ഒരടുത്ത് മുന്നോട്ട് പോകാനുമുള്ള ഏറ്റവും നല്ലൊരു വഴിയാണിത്. ഇസ്ലാം നിശ്ചയിച്ച ഏതൊരു വഴികളെയും ഏതൊരു മാർഗ്ഗങ്ങളെയും ഏത് നിർദ്ദേശങ്ങളെയും അതിനർഹിക്കുന്ന ഗൗരവത്തോടെ നമ്മൾ പരിഗണിക്കണം. അത് നമ്മുടെ സുരക്ഷിതത്തിനും സമാധാനത്തിനും ഏറ്റവും അനുയോജ്യവും അനിവാര്യവുമായിരിക്കും.